നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മളൊക്കെ തിരക്കുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ വായിക്കാൻ നിൽക്കില്ല. ചിലപ്പോൾ നമ്മൾ വീഡിയോകളൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നമ്മൾ ജോലി ചെയ്യും. എന്നാൽ വലിയൊരു നോട്ട്, ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇന്നത്തെ വാർത്തയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് നമുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പത്രത്തിലോ മറ്റോ വന്ന നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഒരു കണ്ടന്റ് നമുക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ, അത് നമുക്കത് വായിച്ച് ആരെങ്കിലും കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗകര്യം നമ്മുടെ ഫോണിനകത്തുണ്ട്. വളരെ യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ചില സാഹചര്യത്തിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല നമുക്ക് ആ ഒരു വായിക്കുന്നത്, ഇപ്പോൾ വാർത്തയാണെങ്കിൽ വാർത്ത വായിക്കുന്നത് നമുക്ക് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള എല്ലാ വർക്കും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ എൻ്റെ മൊബൈൽ ഫോൺ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലും ഒരു വാർത്ത ഞാനൊന്ന് വായിക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇതാ ഇവിടെ തന്നെ കാണുന്ന ആദ്യത്തെ ഒരു വാർത്ത ഇവിടെ കാണുന്നുണ്ട്. ഞാനത് ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് വാർത്തയാണോ വേണ്ടത്, അല്ലെങ്കിൽ വാർത്തയായാലും സ്റ്റോറി ആയാലും എന്തായാലും നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ളത് ഗൂഗിളിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിസൺ ടു ദിസ് പേജ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലോഡായി വരുന്നുണ്ട്. നമുക്ക് ഇവിടെ താഴെ ഭാഗത്ത് ഇതാ ഒരു പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് വായിച്ചു തരുന്നത് കാണാൻ സാധിക്കും. ഞാൻ പ്ലേ ചെയ്യണം. വനിത പ്രസിദ്ധീകരിച്ചത് ജന്മം നൽകിയവരുടെയും കൂടപ്പിറപ്പുകളുടെയും പ്രിയപ്പെട്ടന്റെയും സ്നേഹ സാന്നിധ്യങ്ങൾക്കു നടുവിൽ നൊന്ത് നമുക്കിത് ഇതുപോലെ വായിച്ച് കേൾപ്പിക്കും. നമുക്ക് ഏത് നോട്ട് വേണമെങ്കിൽ ഇത്തരത്തിൽ വായിച്ച് കേൾപ്പിക്കും ഗൂഗിള്. നമ്മൾ വായിച്ച് കേൾപ്പിക്കുന്ന നേരെ താഴെ ഭാഗത്തുള്ള ഈ പ്ലേ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇത് നമുക്കൊരു 10 സെക്കൻഡ് മുന്നോട്ട് അടിച്ച് വിടണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് കേൾക്കേണ്ട കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് കേട്ടാൽ മതിയെങ്കിൽ ഇവിടെ അതിന് മുന്നോട്ട് അടിച്ചു വിടാനും ബാക്കോട്ട് അടിച്ചു വിടാനും 10 സെക്കൻഡ് വീതം ഇവിടെ കാണാൻ സാധിക്കും. മധ്യഭാഗത്ത് പ്ലേ ബട്ടൺ ഉണ്ട്, പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് താഴെ ഭാഗത്ത് ഒരു 3 ഡോട്ട് കാണും, അവസാനം വലത് ഭാഗത്ത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വോയിസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വോയിസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള സൗണ്ടിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതായത് ഒരേ സ്ത്രീയുടെ സൗണ്ട് മാത്രമല്ല, പുരുഷന്റെ സൗണ്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ തന്നെ മറ്റു സൗണ്ടുകളൊക്കെ കേൾക്കാൻ സാധിക്കും. ഇവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും. ഏതാണ് വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ വോയിസിലായിരിക്കും നിങ്ങൾക്ക് കേട്ട് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ താഴെ കാണുന്ന ഭാഗത്ത് ഒരു ബട്ടൺ എനേബിൾ ആയത് കാണും. അതായത് നമുക്ക് വായിക്കുന്നതോടൊപ്പം തന്നെ വായിക്കുന്ന ഓരോ സെന്റൻസും പ്രത്യേക മാർക്ക് ചെയ്തുകൊണ്ട് പോകും. അതും നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പം ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കേൾപ്പിച്ചെടുക്കാം. സോഷ്യൽ മീഡിയ ഇതിനിടെ അങ്ങിങ്ങായി അപ്പൊ നമ്മൾ വായിക്കുന്നത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി പോകുന്നുണ്ട്. നല്ല വോയിസ് തന്നെ കൃത്യമായി കേൾക്കുകയും ചെയ്യാം. മാത്രമല്ല ഇത് കേട്ടുകൊണ്ട് നമുക്ക് മൊബൈൽ ഫോണിൽ മറ്റു വർക്കുകളൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ പ്ലേ ചെയ്യാണ്. പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴെ ഭാഗത്ത് നമ്മുടെ മിനിമൈസ് ബട്ടൺ, അതായത് നമ്മുടെ ഈ സെന്റർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വോയിസ് അങ്ങനെ പ്ലേ ആകും. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഏത് വർക്കും ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം പ്ലേ ചെയ്യാണ്. അതിനുശേഷം മധ്യഭാഗത്തുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. കൂടെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ വർക്കും ചെയ്യാം. റിസർച്ച് മെറ്റീരിയൽ ആണെന്ന ആമുഖത്തോടെയാണ് ഡോക്ടറുടെ കുറിപ്പ്. വല്ലാത്തൊരു കൂട്ടായ്മ തന്നെയാണ് ആ കുടുംബം. കാണിക്കാൻ പാടില്ലാത്തതെന്നും ആ വീഡിയോയിൽ ഇല്ലെന്നും. ഇത് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ മൊബൈൽ ഫോണിനകത്ത് മറ്റു വർക്കുകൾ ചെയ്യുന്നിടത്ത് നമുക്ക് അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിക്കുക. ഇവിടെ മുകളിൽ ഞാൻ ഈ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നമുക്ക് പ്ലേ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാത്രമല്ല ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്ത് നോട്ടിഫിക്കേഷൻ ബാറിലായിരിക്കും കാണാൻ സാധിക്കുക. എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അത് ഓഫ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.